വെൽക്കം ബാക്ക് ടു അഷൂർ CMA മലയാളം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാങ്കിങ്ങിൻ്റെ കുറച്ച് നാല് ഇല്ലുസ്ട്രേഷൻസ് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ അതിൻ്റെ ബാലൻസ് ഉള്ള ഇല്ലുസ്ട്രേഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാണ്. സോ നമുക്ക് അധികം ലാഗ് ചെയ്യിക്കാതെ തന്നെ ഇല്ലുസ്ട്രേഷനിലേക്ക് പോവാം. സോ ഇല്ലുസ്ട്രേഷൻ 5 പേജ് നമ്പർ 226 ആണ് നമ്മൾ ഫസ്റ്റ്ലി പഠിക്കാൻ പോകുന്നത്. സോ ഇല്ലുസ്ട്രേഷൻ 5 നോക്കാം. ഇല്ലുസ്ട്രേഷൻ 5ലേക്ക് വരുമ്പോൾ the books of a bank include a loan of rupees 5 lakh advanced on 30th September 2012. Interest chargeable 16% per annum compounded quarterly. The security for the loan being 7,000 shares of rupees 100 each in a public limited company valued at rupees 90 each. There is no repayment till 31st December 2013 on 31st December 2013. On 31st December 2013, the value shares declined to 80 rupees per share. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൽ നമ്മൾ സെക്യൂർഡ് ലോണെന്നും അൺസെക്യൂർഡ് ലോണെന്നും എങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കാണിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണ് നമുക്ക് കോമ്പൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വാർട്ടറിലാണ് കോമ്പൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം എത്ര ക്വാർട്ടർ ഉണ്ടോ അത്രയും ക്വാർട്ടറിൽ നമുക്ക് വരുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയണം. ഓക്കെ, നമുക്ക് ആദ്യം വർക്കിങ്സിലേക്ക് പോവാം. വർക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ക്വാർട്ടേഴ്സ് ഉണ്ടെന്ന് നോക്കുക. നമ്മൾ ബാങ്കിന്റെ ലോൺ അഡ്വാൻസ് കാണിക്കുന്നത് 30th സെപ്റ്റംബറിലാണ് 2012. അപ്പോൾ 30th സെപ്റ്റംബർ 2012 എന്ന് പറയുമ്പോൾ 2012 ശരിക്കും ഒരു ക്വാർട്ടറേ ഉള്ളൂ. ഒരു ക്വാർട്ടർ എന്ന് അറിയാമല്ലോ, 3 മാസമുള്ള 4 ക്വാർട്ടറാണ് ഒരു വർഷത്തിലുള്ളത്. സോ ഇവിടെ 2012 30th സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ പിന്നെയുള്ള 3 മാസം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആ ഒരു ക്വാർട്ടറേ ഉള്ളൂ 2012. 2013 നമുക്ക് 31st ഡിസംബർ 2013 വരെ നമുക്ക് ഒരു റീപേയ്മെന്റും ഇല്ല. അതുകൊണ്ട് 2013 4 ക്വാർട്ടേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ടോട്ടൽ അപ്പോൾ 5 ക്വാർട്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 31st ഡിസംബർ 2012 നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ലോൺ എമൗണ്ട് 5 lakh ആണ്. 5 lakhന്റെ 16% ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ 20,000 ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ക്ലോസിംഗ് ബാലൻസ് കാണിക്കുമ്പോൾ 5 lakhന്റെ കൂടെ 20,000 കൂടെ ആഡ് ചെയ്യുക. കാരണം കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. സോ 5 lakh 20,000 ആണ് ക്ലോസിംഗ് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ അടുത്ത 31st മാർച്ച് 2013 വരുമ്പോൾ നമുക്ക് എത്രയാണ് 5 lakh 20,000ന്റെ 16% ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ 20,800, അതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മളിനി 5 lakh 20,000ന്റെ കൂടെ 20,800 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 lakh 40,800. അടുത്തത് 30th ജൂൺ 2013 ആണ് അടുത്ത ക്വാർട്ടർ. 3 മാസം കൂടുമ്പോഴാണ്. 30th ജൂൺ 2013 നമുക്ക് 5 lakh 40,800ന്റെ 16% ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ 21,632 വരും. അത് നമ്മുടെ പ്രിൻസിപ്പൽ പ്രീവിയസ് ക്വാർട്ടറിലെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 5 lakh 40,800 പ്ലസ് 21,632 ചെയ്യുമ്പോൾ 5 lakh 62,432 വരും. അടുത്തത് 30th സെപ്റ്റംബർ 2013 ആണ് നെക്സ്റ്റ് ക്വാർട്ടർ. നെക്സ്റ്റ് ക്വാർട്ടറിൽ 5 lakh 62,432ന്റെ 16% ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ 22,497 തരും. അപ്പോൾ ആ എമൗണ്ടും 5 lakh 62,432ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് പ്രിൻസിപ്പൽ എമൗണ്ട് 5 lakh 84,929 വരും. അത് കഴിഞ്ഞ് നമ്മൾ 31st ഡിസംബർ, നമ്മുടെ ഡിസംബർ വരെ പേയ്മെന്റ് ഒന്നും പോകാത്തതുകൊണ്ട് 31st ഡിസംബർ 2013 5 lakh 84,929ന്റെ 16% ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ 23,397 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതും കൂടെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 6 lakh 8,326 ആണ് വരിക. അപ്പം നമുക്ക് ഇൻട്രസ്റ്റിന്റെ കോളം ടോട്ടൽ ചെയ്ത് വെക്കാം. ഇൻട്രസ്റ്റിന്റെ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 1 lakh 8,326 ആണ് ടോട്ടൽ നമ്മൾ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ്. ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്ത ഇൻട്രസ്റ്റിന്റെ ടോട്ടൽ എമൗണ്ട് 1 lakh 8,326 ആണ്. ഇനി നമുക്ക് മെയിൻ സ്റ്റേറ്റ്മെന്റിലേക്ക് സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണുമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടോട്ടൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 5 lakh ആണ് നമുക്ക് ഡ്യൂ ആയിട്ടുള്ളത്. അതിന്റെ കൂടെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 6 lakh 8,326 ആണ് നമുക്ക് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ സെക്യൂർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു 7,000 ഷെയർസ് 100 രൂപയ്ക്കായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പൊ അത് 90 റുപ്പീസിന് വാല്യൂ ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ വാല്യൂ പിന്നെയും ഡിക്ലൈൻ ചെയ്ത് 80 റുപ്പീസ് പെർ ഷെയർ ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ പ്രസന്റിൽ എത്രയാണോ നമുക്ക് വാല്യൂ വരുന്നത് ആ പ്രസന്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുക.
സോ 7,000 ഷെയർസിന് 80 റുപ്പീസ് വെച്ചാണ് ഇപ്പോൾ കിട്ടുക. സോ ആ വാല്യൂ നമ്മുടെ സെക്യൂർഡ് പോർഷനാണ്. സോ സെക്യൂർഡ് പോർഷൻ ടോട്ടൽ ക്ലെയിമിൽ നിന്ന് കുറച്ച് കളയുക. സോ 6,08,326 നിന്ന് 7,000 ഇൻറ്റു 80 ചെയ്യുമ്പോൾ 5,60,000 ആണ് സെക്യൂർഡ് പോർഷൻ. ആ സെക്യൂർഡ് പോർഷൻ കുറയ്ക്കുമ്പോൾ 48,326 ആണ് നമ്മുടെ അൺസെക്യൂർഡ് പോർഷൻ. ഓക്കെ, അപ്പോൾ സെക്യൂർഡ് പോർഷൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ 5,60,000 എന്നും അൺസെക്യൂർഡ് പോർഷൻ 48,326 വരും. ഓക്കെ, ഇതാണ് ഇല്ലുസ്ട്രേഷൻ 5 വരുന്നത്. ഇത് ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മെയിനായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 6ലേക്ക് പോവാം. 6 എന്ന് പറയുന്നത് RBIയുടെ പ്രുഡൻഷ്യൽ നോംസ്. പ്രുഡൻഷ്യൽ അക്കൗണ്ടിങ് നോം എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ ഓഫ് ഇൻകം, ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്, പ്രൊവിഷൻ ഫോർ ലോൺസ് ആൻഡ് അഡ്വാൻസ് ആണ്. ജസ്റ്റ് ഈ തിയറി ബേസ് ഒന്ന് ഓർത്തിരുന്നോളാം, മറ്റൊന്നുമല്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു ഇതിന് ചോദിക്കാം. RBIയുടെ പ്രുഡൻഷ്യൽ അക്കൗണ്ടിങ് നോംസ് എന്താണെന്ന് ചോദിച്ചാൽ 3 നോംസ് ആണുള്ളത്. റെക്കഗ്നിഷൻ ഓഫ് ഇൻകം, ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്, പ്രൊവിഷൻ ഫോർ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. റെക്കഗ്നിഷൻ ഓഫ് ഇൻകത്തിനകത്ത് നമ്മൾ പെർഫോമിംഗ് അസറ്റ്സും നോൺ പെർഫോമിംഗ് അസറ്റുമായിട്ടാണ് അസറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സിന് നമ്മൾ പെർഫോമിംഗ് അസറ്റ്സ്, നോൺ പെർഫോമിംഗ് അസറ്റ്സിന് വീണ്ടും സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുള്ള്, ലോസ് അസറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പിന്നെ പ്രൊവിഷൻ ഫോർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്, അത് നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 6 പേജ് നമ്പർ 227 ആണ്. Given below are details of interest on advance of a commercial bank 31st March 2013 ക്രോഡ്സിലാണ് തന്നിരിക്കുന്നത്. പെർഫോമിംഗ് അസറ്റ്സും നോൺ പെർഫോമിംഗ് അസറ്റ്സും നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ഓർക്കുക, നമ്മൾ പെർഫോമിംഗ് അസറ്റ് അക്രൂവൽ ബേസിസിൽ നമ്മൾ വാങ്ങിയാലും കുഴപ്പമില്ല. കാരണം അത് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു അസറ്റാണ്, ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്. ബാങ്കിന് അത്രയും റിസ്ക് ഇല്ല. പക്ഷെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് ഷുവർ ഇല്ല ഭാവിയിൽ കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ റിസീവ് ചെയ്യുന്ന എമൗണ്ട് മാത്രമാണ് നമ്മൾ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർക്കുക. പെർഫോമിംഗ് അസറ്റിനെ നമ്മൾ അക്രൂവൽ ബേസിസിലും നോൺ പെർഫോമിംഗ് അസറ്റിനെ അത് ക്യാഷ് ബേസിസിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത് അക്രൂവൽ ബേസിലും ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ക്യാഷ് ബേസിസിലാണ്, അറിയാലോ. അപ്പോൾ നമുക്ക് പെർഫോമിംഗ് അസറ്റിനകത്ത് ഫസ്റ്റ് വരുന്നത് ടേം ലോൺ ആണ്. ടേം ലോൺ എന്ന് ഹെഡിങ് എഴുതുക. ടേം ലോണിൻ്റെ താഴെ ആദ്യമേ ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഷോയിങ് റെക്കഗ്നീഷൻ ഓഫ് ഇൻകം. അതിനകത്ത് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ടേം ലോൺ ആണ്. ടേം ലോണിന്റെ നോ പെർഫോമിംഗ് അസറ്റിനകത്ത് ടേം ലോണിന്റെ ഇൻട്രസ്റ്റ് ഏൺഡ് എടുക്കുക, അതായത് അക്രൂവൽ ആയിട്ടുള്ള എമൗണ്ട് 240 എടുക്കുക. പക്ഷെ നോൺ പെർഫോമിംഗ് അസറ്റിൽ ടേം ലോണിന്റെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രം എടുക്കുക. അത് 10 crore ആണ്. ടോട്ടൽ 250 crore ആണ് ഇൻട്രസ്റ്റ് ഓൺ ടേം ലോൺ എന്ന് പറഞ്ഞ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് നോക്കാം. അതും പെർഫോമിംഗ് അസറ്റിൽ അക്രൂവൽ ബേസിസിലുള്ള 1,100 എടുക്കുക. നോൺ പെർഫോമിംഗിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള 24 എടുക്കുക. അപ്പോൾ ടോട്ടൽ 1,524 വരും. നോൺ പെർഫോമിംഗ് അസറ്റിനകത്തും ഇൻട്രസ്റ്റ് ഓൺ ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡിനകത്തും പെർഫോമിംഗ് അസറ്റിൽ 300 എടുക്കുക, അതായത് ഇൻട്രസ്റ്റ് ഏൺഡ് എടുക്കുക. നോൺ പെർഫോമിംഗ് അസറ്റിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആയിട്ടുള്ള 40 എടുക്കുക. ടോട്ടൽ 340 എടുക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഇൻകം 2,114 ആണ്. ഇതാണ് നമ്മൾ വരുന്ന ഫസ്റ്റ് റെക്കഗ്നീഷൻ ഓഫ് ഇൻകത്തിൽ വരുന്നത്. 2 ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റിനെ നമ്മൾ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നുണ്ട്. ഇനി നോൺ പെർഫോമിംഗ് അസറ്റിനെ നമ്മൾ 3ആയി തരംതിരിക്കുന്നുണ്ട്: സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. ഇതിന് ഓരോന്നും നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് സ്റ്റാൻഡേർഡ് അസറ്റിനായാലും സബ് സ്റ്റാൻഡേർഡ് അസറ്റിനായാലും ഡൗട്ട്ഫുൾ അസറ്റിനായാലും നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും, ഫ്യൂച്ചറിൽ നമുക്ക് വലിയ കണ്ടിജൻസി ഒന്നും മീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ സ്റ്റാൻഡേർഡ് ഓർ പെർഫോമിംഗ് അസറ്റിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ് നമുക്കറിയാം. സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന പേര് തന്നെയുണ്ട്, നമുക്കത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്ര വലിയ റിസ്ക് ഒന്നും വരാത്തൊരു അസറ്റാണ്. അതുകൊണ്ട് നമ്മൾ അതിന് 0.40% മാത്രമാണ് നമ്മൾ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. എത്രയാണ്? 0.40%. ഒന്ന് ഓർക്കുക, 0.40 മാത്രം അടിച്ച് തെറ്റിപ്പോവും. 0.40% അടിക്കണം. അതാണ് സ്റ്റാൻഡേർഡ് അസറ്റിന്റെ റേറ്റ്, പ്രൊവിഷന്റെ റേറ്റ്. ദെൻ സബ് സ്റ്റാൻഡേർഡ് അസറ്റിന് കുറേ റേറ്റ് ഇവിടെ പേജ് നമ്പർ 228 ഒരു ചെറിയ ബോക്സ് തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയേക്കാം. എന്നാലും മെയിൻലി സബ് സ്റ്റാൻഡേർഡ് അസറ്റിന് 15% ആണ്. ഇനി ഡൗട്ട്ഫുൾ അസറ്റിന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഡൗട്ട്ഫുൾ അസറ്റ് അപ് ടു 1 year ആണെങ്കിൽ 25% ഉള്ളൂ. 1 year അപ് ടു 3 year വരെ ആണെങ്കിൽ 40%, മോർ ദാൻ 3 year ആണെങ്കിൽ 100% വരും. ഇനി ലോസ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 100% നമ്മൾ ക്രിയേറ്റ് ചെയ്യും.
ഓക്കെ, ഇനി നമുക്കൊരു ECGCയുടെ കേസ് പഠിക്കാനുണ്ട്. ECGC സിമ്പിളാണ്. ECGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ്. അവർ നമുക്ക്, അല്ലെങ്കിൽ DIGCE വരും കേട്ടോ, DIGC, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെർട്ടൻ അതായത് നമ്മുടെ എത്ര എമൗണ്ട് ആണോ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് അതിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഇവർ ഷുവറായിട്ട് കവർ ചെയ്യാമെന്ന് പറയും. ആ കവർ ചെയ്യുന്ന ഏജൻസീസാണ് നമ്മുടെ ECGCയും DICGC. ഓക്കെ, അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 7 പോവാം. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 7 പോവാം. ഇല്ലുസ്ട്രേഷൻ 7 നോക്കുമ്പോൾ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുള്ളിൻ്റെ ഓരോ ഇയർ വെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിച്ച പോലെ ചെയ്യുക. സ്റ്റാൻഡേർഡ് അസറ്റായ 6,000ൻ്റെ 0.40% ചെയ്യുമ്പോൾ 24. സബ് സ്റ്റാൻഡേർഡ് മെയിൻലി 15% ആണ്, സോ 4,400ൻ്റെ 15%. ഡൗട്ട്ഫുള്ളിന് ഫോർ 1 ഇയറിന് 1,800ൻ്റെ 25%. ഫോർ 2 ഇയർ 1,200ൻ്റെ 40%. ഫോർ 3 ഇയർ നമ്മൾ അപ് ടു 3 ഇയർ എന്ന് വരെയാണ് പറഞ്ഞത്. സോ 3 ഇയർ 1 to 3 ഇയറിലാണ് പെടുക. സോ 40% ആണ് അതിൻ്റെ റേറ്റ്. ഫോർ 3 ഇയർ 800ൻ്റെ 40%. ഫോർ മോർ ദാൻ 3 ഇയർ 600ൻ്റെ അതായത് 100%, അതായത് 600 തന്നെ. ലോസ് അസറ്റിനും 100% 1,600 തന്നെ. ടോട്ടൽ ചെയ്യുമ്പോൾ 4,134 വരും. അതാണ് ഇല്ലുസ്ട്രേഷൻ 7 പറയുന്നത്. ഇനി ഇല്ലുസ്ട്രേഷൻ 8 നോക്കാം. ഫ്രം ദി പർട്ടിക്കുലേഴ്സ് ഗിവൺ ബിലോ അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ടു ബി മെയ്ഡ് അഗെയിൻസ്റ്റ് അഡ്വാൻസ് ഓഫ് SBI കൊൽക്കത്ത. ടോട്ടൽ എമൗണ്ട് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് 120 ആണ്. 120 നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് സെക്യൂർ ചെയ്തിട്ടുള്ളത് 70 ആണ്. ഓവർ ഡ്യൂ ഫോർ 15 months, അത് സെക്യൂർഡ് ആണ്, അതായത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് പോലെയാണ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റായ 20 ആണ്. പിന്നെ അഡ്വാൻസ് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 2.5 year ബട്ട് ലെസ് ദാൻ 3 year. 3 year ആയിട്ട് അതിനകത്ത് സെക്യൂർഡ് ആയിട്ടുള്ള പോർഷൻ 5 lakh ആണ്. ഒന്ന് ഓർക്കുക, സെക്യൂർഡ് പോർഷനാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അൺസെക്യൂർഡ് പോർഷൻ എപ്പോഴും നമുക്ക് 100% ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെ സെക്യൂർ ചെയ്തിരിക്കുന്ന 5 lakh ആണ്. സോ 5 lakhന് മാത്രം 40% കാണാം. ബാക്കിയുള്ള 5 lakh അൺസെക്യൂർഡ് ആണ്. അത് അങ്ങനെ 100% ആയതുകൊണ്ട് 5 lakh തന്നെ ആഡ് ചെയ്യാം. ദെൻ അൺസെക്യൂർഡ് അഡ്വാൻസസ് നോട്ട് റിസീവബിൾ. അൺസെക്യൂർഡ് അഡ്വാൻസസ് നോട്ട് റിസീവബിൾ എന്ന് പറയുന്നത് ലോസ് അസറ്റ് ആണ്. നമുക്ക് കിട്ടില്ല, കൺഫേം ആയിട്ടും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സോ ലോസ് അസറ്റിൻ്റെ 100% ആണ്. സോ നോക്കാം. അഡ്വാൻസ് ഫുള്ളി സെക്യൂർഡ് സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. സോ 70യുടെ 0.40%, 20,000. ഇവിടെ ലാക്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അഡ്വാൻസസ് ഓവർ ഡ്യൂ ഫോർ 15 months എന്ന് പറയുന്നത് സെക്യൂർഡ് ആണ്, മീൻസ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. സോ 20യുടെ 15% 3 lakh. ദെൻ ഡൗട്ട്ഫുൾ അസറ്റ് നമ്മൾ പറഞ്ഞു, അൺസെക്യൂർഡ് പോർഷന് 100% ആണ്. സോ 5 lakh അങ്ങനെ തന്നെ. ദെൻ ബാക്കിയുള്ള സെക്യൂർഡ് പോർഷനായ 5 lakhന് 2.5 year to 3 year ആയതുകൊണ്ട് 40% ക്രിയേറ്റ് ചെയ്യുക. 5 lakhൻ്റെ 40%. അപ്പോൾ ടോട്ടൽ 5 lakh പ്ലസ് 2 lakh 7 lakh. ഇത് ലോസ് അസറ്റ് ആണ്. അടുത്തത് അൺറിക്കവറബിൾ ആണ്, അതുകൊണ്ട് 20 lakh അങ്ങനെ തന്നെ. ടോട്ടൽ അപ്പോൾ 30,20,000 വരും. ഇനി പ്രൊവിഷൻ കവേർഡ് ബൈ DIGCയുടെ കാര്യമാണ്. സോ ഇല്ലുസ്ട്രേഷൻ 8 എളുപ്പമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇല്ലുസ്ട്രേഷൻ 9 പോവാം. രജത പീത്ത Bank Limited had extended the following credit lines to a small-scale industry which had not paid any interest since March 2006. Illustration 9, page number 230 ആണ്. നമുക്ക് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട് 35 lakh. DIGC 40%, 50% വെച്ച് കവർ ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റീസ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് തന്നിട്ടുണ്ട്. റിയലൈസബിൾ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് 231 ടോപ്പിൽ ബോക്സ് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും നോക്കണ്ട. നേരിട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ ബോക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്രയാണ് അൺസെക്യൂർഡ് ബാലൻസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം. നമുക്ക് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് 31st March 2012 35 lakh ആണ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് 30 lakh ആണ്. അതിൽ നിന്ന് റിയലൈസബിൾ വാല്യൂ കുറയ്ക്കുക. റിയലൈസബിൾ വാല്യൂ 10 lakhും 8 lakhും ആണ്. അത് കുറച്ച് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും DIGC കവർ ചെയ്യുക, DICGC കവർ ചെയ്യുക. സോ 40%, 50%, 25ൻ്റെ 40%, 22ൻ്റെ 50%. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ അൺസെക്യൂർഡ് ബാലൻസ്.
സോ അൺസെക്യൂർഡ് പോർഷന് 100% ക്രിയേറ്റ് ചെയ്യുക. സെക്യൂർഡ് പോർഷൻ നമ്മളിവിടെ മോർ ദാൻ 3 ഇയർ ആണ്. അതെങ്ങനെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 2012 ആണ് തന്നിരിക്കുന്നത്. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ്റെ അവസാനം അവരുടെ ക്രെഡിറ്റ് 2006 തൊട്ട് തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സോ മോർ ദാൻ 3 ഇയർ ആണ്, അതുകൊണ്ട് അതും 100% ആണ്. സോ അൺസെക്യൂർഡ് പോർഷൻ 15-ന്റെയും 11-ന്റെ 100%, സെക്യൂർഡ് പോർഷനായ 25-ന്റെ സെക്യൂർഡ് പോർഷനായ 10-ന്റെ 8-ന്റെ 100%. അപ്പോൾ ടോട്ടൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് 25-ഉം 19-ഉം ആണ് നമുക്ക് വരിക. അതാണ് ഇല്ലുസ്ട്രേഷൻ 9. ഇനി ഇല്ലുസ്ട്രേഷൻ 10 നമുക്ക് പേജ് നമ്പർ 231 നോക്കാം. ഇവിടെ പാക്കിംഗ് ക്രെഡിറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫ്രം ഫുഡ് പ്രോസസ്സർ 90 lakh ആണ്. അതിനകത്ത് 22.5 lakhന്റെ ബാങ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ 50% ECGC കവർ ചെയ്യുന്നുണ്ട്. പിന്നെ മോർ ദാൻ 3 ഇയർ ആണെന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര അൺസെക്യൂർഡ് പോർഷൻ വരുന്നുണ്ട് നോക്കാം. എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 90 lakh ആണ്. അതിൽ നിന്ന് ബാങ്ക് റിയലൈസബിൾ വാല്യൂ ഓഫ് സെക്യൂരിറ്റി 22.5 ആണ്. ബാലൻസ് ഉള്ള 67.5-നാണ് ECGC 50% കവർ ചെയ്യുക. അപ്പോൾ 67.5-ൽ നിന്ന് 5-ന്റെ 50% എന്ന് പറയുമ്പോൾ 33.75, ബാലൻസ് ഉള്ള 33.75 ആണ് നമ്മുടെ അൺസെക്യൂർഡ് പോർഷൻ. സോ അൺസെക്യൂർഡ് പോർഷന് 100%, പക്ഷേ ഇവിടെ സെക്യൂർഡ് പോർഷന് 100% ആണ്, കാരണം മോർ ദാൻ 3 ഇയർ ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് അതർ അഡ്വാൻസസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 4500-ന്റെ 0.40%, സബ് സ്റ്റാൻഡേർഡ് 3300-ന്റെ 15%, ഡൗട്ട്ഫുളിൻ്റെ ഫോർ 1 ഇയറിന് 1350-യുടെ 25%, ഫോർ 2 ഇയർ 900-ന്റെ 40%, ഫോർ 3 ഇയർ 600-ന്റെ 40%, ഫോർ മോർ ദാൻ 3 ഇയർ 450-യുടെ 100%, ലോസ് അസറ്റിനും 100%. ടോട്ടൽ പ്രൊവിഷൻ നമുക്ക് ആവശ്യമുള്ളത് 2800. ഓക്കെ, ഇതാണ് ഇല്ലുസ്ട്രേഷൻ 10 പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് P&L അക്കൗണ്ട് ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.